വികസന പദ്ധതികൾക്ക് ആവശ്യമായ സന്നദ്ധ സേവനവും പണമായോ സാധനമായോ ഉള്ള സഹായങ്ങളും നൽകുന്നതും സമാഹരിക്കണം. അടുത്ത തെരുവ് വിളക്കുകൾ, തെരുവിലെയോ അല്ലെങ്കിൽ പൊതുവായതോ ആയ വാട്ടർ ടാപ്പുകൾ, പൊതു കിണറുകൾ, പൊതു സാനിറ്റേഷൻ യൂണിറ്റുകൾ, ജലസേചന സൗകര്യങ്ങൾ, മറ്റു പൊതു ആവശ്യ പദ്ധതികൾ ഇവ എവിടെ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിക്കണം. ഇതും ഞാൻ ഈ പറഞ്ഞ കേസിന്റെ ഭാഗമാണ്. എന്താണ്, എവിടെയാണ് ഒരു പദ്ധതി കൊണ്ടുവരേണ്ടത്? ഇപ്പോൾ നമ്മുടെ ഗ്രാമസഭയിൽ നമ്മുടെ വാർഡിലേ ചെയ്യാൻ പറ്റും. നമ്മുടെ വാർഡിൽ എവിടെ ചെയ്യണം എന്നതും എന്താണ് ഗ്രാമസഭയുടെ ഉത്തരവാദിത്വം. ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, മലിനീകരണ നിയന്ത്രണം തുടങ്ങിയ പൊതു താല്പര്യങ്ങളെ സംബന്ധിച്ച് അറിവ് പകരുന്നതിനും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും അഴിമതി, വ്യാജവും കൃത്രിമവുമായ ഇടപാടുകൾ. ഇപ്പം ഗ്രാമസഭയ്ക്ക് പഞ്ചായത്തിന്റെ അഴിമതിയെ ചോദ്യം ചെയ്യാമോ? ചെയ്യാം. എവിടെ? 3A(G) പ്രകാരം ചോദ്യം ചെയ്യാം. ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, മലിനീകരണ നിയന്ത്രണം തുടങ്ങിയ പൊതു താല്പര്യങ്ങളെ സംഗതികളെ സംബന്ധിച്ച് അറിവ് പകരുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അഴിമതി, വ്യാജവും കൃത്രിമവുമായ ഇടപാടുകൾ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ സംരക്ഷണം നൽകുന്നതും ഗ്രാമസഭയ്ക്ക് അവകാശമുണ്ട്. അവിടെ H, ഗ്രാമസഭയുടെ പ്രദേശത്തെ വിവിധ വിഭാഗങ്ങളിലെ ആളുകൾക്കിടയിൽ സൗഹാർദ്ദവും ഐക്യവും വളർത്തുകയും ആ പ്രദേശത്തെ ആളുകളുടെ മനോഭാവം വളർത്തുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഗ്രാമസഭ ഈ ജാതി മത വ്യത്യാസമില്ലാതെ സൗഹാർദ്ദവും വളർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടണം. പിന്നെന്താ വേണം? കലാകായിക മേളകൾ ഗ്രാമസഭയ്ക്ക് സംഘടിപ്പിക്കാം. പഞ്ചായത്ത് നിർദ്ദേശം പ്രത്യേകിച്ച് വേണ്ട. വാർഡ് മെമ്പറും ഗ്രാമസഭയും കൂടി ഒരുമിച്ച് നിന്നാൽ ആ വാർഡിലെ കലാകായിക മേളകൾ സംഘടിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ ഗ്രാമ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ, അതുപോലെ. അടുത്തത്, ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ വികസന പ്രവർത്തനം നടത്തുന്ന ഗുണഭോക്തൃ കമ്മിറ്റികളെ നിരീക്ഷിക്കണം. അപ്പോൾ ഓരോരോ ഗുണഭോക്തൃ കമ്മിറ്റികൾ ഉണ്ടാകും. അതിനെയൊക്കെ നിരീക്ഷിക്കാനുള്ള അധികാരം ഗ്രാമസഭയ്ക്കുണ്ട്. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ സബ്സിഡി, ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ട് അല്ലേ, ക്ഷേമ പെൻഷനുകൾ, അത് നമ്മുടെ വാർഡിൽ ആർക്കത് കിട്ടുന്നുണ്ട്? എല്ലാ മാനദണ്ഡവും പാലിച്ചിട്ടുണ്ടോ? മാനദണ്ഡം പാലിച്ചവർക്ക് കിട്ടുന്നുണ്ടോ? മാനദണ്ഡം പാലിക്കാത്തവർക്ക് കിട്ടുന്നുണ്ടോ? ഇതൊക്കെ ഗ്രാമസഭയെ അന്വേഷിക്കാം, ചോദ്യം ചെയ്യാം. അടുത്തത്, ഗ്രാമസഭയുടെ പ്രദേശത്ത് നടക്കാൻ ഉദ്ദേശിക്കുന്ന പണികളെ സംബന്ധിച്ച് വിശദമായ എസ്റ്റിമേറ്റിന്റെ വിവരം ശേഖരിക്കാം. ഇപ്പൊ ഗ്രാമസഭയുടെ അടുത്ത് എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ട് ഗ്രാമസഭയിൽ, വാർഡിൽ, അത് എന്താണ് എന്ന് എവിടെ വന്നിട്ടില്ല, പൊതുജനങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ലെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യാം? പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആർക്ക് അധികാരമുണ്ട്? ഗ്രാമസഭയ്ക്ക് അധികാരമുണ്ട്. അടുത്ത 3 മാസത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അനുഷ്ഠിക്കേണ്ട സേവനങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗ്രാമസഭയ്ക്ക് മുൻകൂട്ടി വിവരങ്ങൾ ശേഖരിക്കുക. എന്ന് പറഞ്ഞാൽ 3 മാസത്തിൽ ഒരു തവണയാണ് സാധാരണ ഗ്രാമസഭയുടെ കണക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ 3 മാസത്തിൽ ഒരിക്കലല്ല, മാസത്തിൽ ഒരു തവണയാണെങ്കിൽ ഇത് മാസത്തിൽ ഒരു തവണയാവും. അടുത്തത്, ഗ്രാമസഭയുടെ പ്രദേശത്തെ സംബന്ധിച്ച പഞ്ചായത്ത് എടുത്തിട്ടുള്ള ഓരോ തീരുമാനത്തിന്റെയും യുക്തി അറിയുന്നതിനും ഗ്രാമസഭയ്ക്ക് അവകാശമുണ്ട്. പഞ്ചായത്ത് പല കാര്യങ്ങളും ഇവിടെ തീരുമാനിച്ചിട്ടുണ്ടാവും. അതെന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളൊക്കെ കോടതിയിൽ ചെന്ന് കേസ് നടത്തുമ്പോഴേക്കും ഏതെങ്കിലും കീറാമുട്ടി ക്വസ്റ്റ്യനുമൊക്കെ ആയിട്ട് ചെല്ലുന്നതെങ്കിൽ ജഡ്ജി സ്വന്തം തലേന്ന് ഊരുന്നതിന് വേണ്ടി ഒരു പരിപാടി ചെയ്യും. എന്തോന്നറിയാമോ? കേസിന്റെ കക്ഷി ആരാണെന്നോ, രണ്ടാമത് പ്രയർ എന്താണെന്ന്, എന്നിട്ട് ചോദിക്കും ഈ കേസിൽ കക്ഷിയാകുന്നതിനും ഈ പ്രയർ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നതിനും നിങ്ങളുടെ അവകാശവും അധികാരവും എന്താണെന്ന് ചോദിക്കും. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ലോക്കൽ സ്റ്റാൻഡ് എന്ന്. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭയ്ക്ക് മുകളിലൂടെ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനമെടുക്കാനുള്ള പഞ്ചായത്തിന്റെ അവകാശം എന്താണ്, ലോക്കൽ സ്റ്റാൻഡ് എന്താണ്, അധികാരം എന്താണ് എന്നതാണ് ചോദ്യം. മനസ്സിലായല്ലോ? അടുത്തത്, ശുചീകരണ പ്രക്രിയ ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരുമായി സഹകരിക്കുകയും ചപ്പുചവറുകൾ നീക്കം ചെയ്യുന്നതിന് സന്നദ്ധ സേവനവും ഗ്രാമസഭയ്ക്ക് നൽകാം. അടുത്തത്, ശുചീകരണ പ്രക്രിയയിൽ ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ. അടുത്തത്, ഗ്രാമസഭയുടെ പ്രദേശത്തെ
ശുദ്ധജല വിതരണം, തെരുവുവിളക്ക് കത്തിക്കൽ സംവിധാനം